പണ്ടൊരു സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാ, അതായത് സ്വന്തം പടത്തിന്റെ ലൊക്കേഷനിൽ വെച്ചിട്ടാ ഇപ്പോൾ ഉള്ള ഭാര്യ ആദ്യമായിട്ട് കാണുന്നത്. ഇപ്പോൾ ഉള്ള ഇപ്പോൾ ഇരിക്കുന്ന ഭാര്യയെ കണ്ടത് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് പോലെ ഒന്ന്, അങ്ങനെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അത് ലവ് എന്നുള്ള ഫീൽ അല്ല എനിക്ക് അവിടെ തോന്നിയത്. കാരണം ശരിക്കും നമ്മൾ ആ അന്തരീക്ഷം ഞാൻ പലപ്പോഴും ഈ MTയുടെ മരണസമയത്ത് ഞാൻ പറഞ്ഞിരുന്നു അത്. കാരണം MTN കഥകളിലൂടെ കോട്ടയംകാരനായി എനിക്ക് കിട്ടുന്ന ഒരു ലോകം, ഈ ഭാരതപ്പുഴയും സർപ്പക്കാലവും നാലുകെട്ടും ഒക്കെ ഉള്ള ഏതോ ഒരു ഒറ്റപ്പാലം എന്ന് മാത്രമല്ല, ഏതോ ഒരു ലോകം ഞാൻ ജീവിച്ചിരുന്നു എന്ന് എനിക്ക് തോന്നുന്നൊരു ഫീലുണ്ട് അവിടെ. അപ്പോൾ അതുകൊണ്ട് ആ കഥകളോടൊരു ഒബ്സഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ ഞാൻ എങ്ങനെ എത്തിപ്പെടും, എവിടെ ലൊക്കേഷൻ നോക്കിയാലും ഞാൻ പൈതൃകത്തിലായാലും സോപാനത്തിലായാലും ശരി, കുടുംബസമയം എല്ലാം ഞാൻ ഈ പുഴയോരത്തെത്തി. ഞാൻ അങ്ങനെ എത്തിപ്പെട്ടതാണ് ഈ പൈതൃകം ലൊക്കേഷനിൽ. അവിടെയും യാദൃശ്ചികമായിട്ട് ആനക്കര വടക്കത്തെ വീട് ഷൂട്ടിങ്ങിന് കിട്ടാതെ വന്നപ്പോൾ പെട്ടെന്ന് ഒരു വീട് ഓൾട്ടർനേറ്റ് കിട്ടിയ വീടാണ് സവിതയുടെ വീട്. അന്ന് അവർ മുത്തശ്ശൻ്റെ എന്തോ ഒരു പിറന്നാൾ ആഘോഷം നടക്കുന്നതുകൊണ്ട് എല്ലാവരും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മളെ വല്ലാതെ ഇഷ്ടപ്പെടുത്തുന്നു. ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള പഴയ ഒരു ജോയിൻറ്റ് ഫാമിലിയുടെ അറ്റ്മോസ്ഫിയർ. അപ്പോൾ ഇതുപോലൊരു സ്ഥലത്തു നിന്നൊക്കെ വിവാഹം കഴിച്ചിരുന്നെങ്കിലും ആഗ്രഹിച്ചു. അപ്പോൾ അവിടെ അന്ന് കണ്ട ഒരു പെൺകുട്ടി എനിക്ക് ആപ്റ്റാണെന്ന് തോന്നി. അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയത്. അത് ഞാൻ അന്ന് മാഡമ്മിനോട് പറയുകയും ചെയ്തു. അങ്ങനെ മാഡമ്പ് പറഞ്ഞോളൂ, അത് ഇന്നിവിടെ അവതരിപ്പിക്കുകയാണെങ്കിൽ മിക്കവാറും നാളെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അല്ല ഇങ്ങനൊരു എനിക്കൊരു തോന്നൽ ഉണ്ടായിരുന്നു. പിന്നീടത് അറിയിക്കുകയും പിന്നീടാണ് ഞങ്ങൾ വിവാഹത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതൊരു നിയോഗം പോലെയാണ് ഞാൻ കാണുന്നത്. കാരണം ചിലതങ്ങനെയാണ്. നമ്മുടെ കണ്ടുമുട്ടുന്ന ഈ കഥാപാത്രങ്ങളെ പറ്റി ചോദിച്ചില്ലേ, ഇപ്പോൾ ദശാരണത്തിലെ മുത്തശ്ശനെ ഞാൻ ഒരു ഫംഗ്ഷന് പോയപ്പോൾ അവിടെ കണ്ടു. ഇദ്ദേഹം ആപ്റ്റാണെന്ന് എനിക്ക് തോന്നുകയാണ്. ഇതെല്ലാം ഒരു നമുക്ക് പിന്നെ ഒറ്റാലിൽ നമ്മൾ ലൊക്കേഷന് അന്വേഷിച്ച് പോകുമ്പം ഇതിൽ അഭിനയിക്കേണ്ട ആൾ നമ്മുടെ മുന്നിലേക്ക് വരും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അങ്ങനെ തന്നെ വരികയാണ്. മാനിഫെസ്റ്റേഷനാണ്. എനിക്ക് എൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ അങ്ങനെ ഒരു ഇൻറ്റ്യൂഷൻ അല്ലെങ്കിൽ നിയോഗം സംഭവിക്കുന്നുണ്ട്, അറിയാതെ വന്ന് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ സബിത അന്ന് കണ്ടത് ആ ജനലിൽ കൂടെ ഞാൻ കണ്ടു എന്ന് പറയുന്ന ആ ഗ്ലാൻസ്, സബി പറഞ്ഞ കറക്റ്റാണ്. ആ നോട്ടം, അത് ഞാൻ അന്ന് അവിടെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു, ഇതാണ് എൻ്റെ വൈഫ് എന്ന്. അതായിരുന്നു മൊമെൻറ്റ്. വീണ്ടും കുറേ യുവാക്കളുടെ കഥ പറയാൻ വേണ്ടി വരുന്നു. ഇപ്പോൾ സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോഴത്തെ പ്രണയത്തിനകത്ത് ഇപ്പോൾ അന്ന് റിലേഷൻഷിപ്പ് എന്ന് മാത്രമാണെങ്കിൽ ഇന്നിപ്പോൾ സിറ്റുവേഷൻഷിപ്പുകളുണ്ട്, വെക്കേഷൻഷിപ്പ്, അതൊരു വെക്കേഷൻ മാത്രം പ്രണയിക്കുന്ന കുറച്ച് പേർ, അത് പക്ഷേ പ്രണയം അവസാനിച്ചു. അങ്ങനെ ഒരുപാട് ഷിപ്പുകളിലേക്കൊക്കെ ഇന്ന് പ്രണയബന്ധങ്ങൾ എത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ശരിയും തെറ്റും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇതിലേക്ക് നമ്മൾ എത്തുക, അല്ലെങ്കിൽ ഇതിനെ നമ്മൾ സിനിമയിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു കാര്യം കൊണ്ടുണ്ടല്ലോ, അതിലെത്രമാത്രം ശാന്തമീര അത്ര വിജയിച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത് ഇപ്പോഴത്തെ ജനറേഷനായിട്ട് അവരുടെ പ്രണയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? ഇപ്പോഴത്തെ ജനറേഷൻ്റെ പ്രണയം എന്ന് പറഞ്ഞാൽ അതൊരു ഈ ബട്ടർഫ്ലൈസിൻ്റെ പറക്കുന്ന ഒരു സ്പീഡാണ്. ഭയങ്കര സ്പീഡിൽ അത് നമുക്ക് ഭയങ്കര ഒരു അട്രാക്റ്റീവായിട്ട് തോന്നും. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആണ്, പക്ഷെ അതേസമയം പെട്ടെന്ന് അതിൻ്റെ ലോങ്ങവിറ്റി കുറയാണ്. അപ്പം എനിക്ക് തോന്നുന്നു കുട്ടികളിപ്പം അവർക്ക് എന്തായാലും ഒരു ഏജ് കഴിയുമ്പോൾ അവർക്ക് എന്തായാലും ഒരു കമ്പാനിയൻ വേണം. ഒരു ഫ്രണ്ട്ഷിപ്പിനേക്കാൾ കവിഞ്ഞൊരു ഇഷ്ടം, അല്ലെങ്കിൽ പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഒരു കൂട്ട് വേണം. അപ്പം അങ്ങനെ ആകുമ്പോൾ കുട്ടികൾ ആ ഒരു ആംഗിളിൽ എടുക്കുന്നു. പിന്നെ അവർ കോളേജോ അല്ലെങ്കിൽ സ്കൂളോ കഴിയുമ്പോൾ വേറൊരു പാർട്ട്ണറെ കിട്ടുന്നു. ആ ഒരു ലൈഫിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്കല്ല അവർ പോണത്. ഇതൊരു ലൈഫിൻ്റെ ഒരു പാർട്ട്, ഒരു ഫൺ എന്നുള്ള ഒരു രീതിയിലാണ് പോണത്. അതിപ്പം ഇപ്പോഴത്തെ ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് അതിനെ ഒരു കുറ്റം പറയാനൊന്നും പറ്റില്ല. ശാന്തമീരാത്രിയിൽ അത് എത്രമാത്രം വന്നിട്ടുണ്ട്? ശാന്തമീരാത്രിയിൽ എന്ന് പറയുമ്പോൾ 2 കാലഘട്ടങ്ങളിലെ ഒരു ഇതാണ്. അതായത് 70s നടക്കുന്ന ഒരു പ്രണയത്തിൻ്റെ അതിൻ്റെ ഒരു നൈർമല്യമുണ്ട്. അതിന് ആ ഒരു പ്രായത്തിലുള്ളവർ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസും അതിൻ്റെ ഒരു മിസ്സിങ്ങും എല്ലാം കൂടെ കണക്റ്റായി വരുന്നതാണ്. അതേസമയം ഈ 24 എത്തി നിൽക്കുമ്പോൾ പിള്ളേർ ഒരു ഫണ്ണാണ്. അവരുടെ ലൈഫ്, അവരുടെ ഒരു ജീവിത രീതി തന്നെ ഡിഫറെൻ്റാണ്. അവർ പഠിക്കുന്നു, അതിൻ്റെ കൂട്ടത്തിൽ ഒരാളെ കാണുന്നു, അവരെ നമുക്ക് പാർട്ട്ണർ ആക്കാമെന്ന് തോന്നുന്നു. അതൊക്കെ ലൈഫ് ശരിയായില്ലെങ്കിൽ നമുക്ക് പിരിയാം, നമുക്ക് അടുത്ത ആളെ നോക്കാം എന്നുള്ളൊരു കൈൻഡ് ഓഫ് ഐഡിയ ആണ്. പക്ഷെ എവിടെയാണെങ്കിലും ഏത്
കാലഘട്ടമാണെങ്കിലും പ്രണയം പ്രണയം തന്നെയാണ്. അതെത്ര മോഡേൺ ആയാലും എത്ര പഴയതായാലും അതിൻ്റെ ഒരു സ്റ്റൈല് മാറുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ആ പ്രണയം ഉള്ളിടത്തോളം കാലം ഒരു ആണിനായാലും പെണ്ണിനായാലും അതൊരു പോസിറ്റീവ് എനർജി തന്നെയാണ്. ശാന്തമീ രാത്രി എന്നുള്ള വരി വന്ന ഒരു കാര്യം അതിൻ്റെ ഓഡിയോ ലോഞ്ചിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റിയില്ല. അതായത് നമ്മൾ എത്രയോ സെലിബ്രേറ്റ് ചെയ്തിട്ടുള്ള ഇപ്പോഴും ഗിരീഷ് പുത്തഞ്ചേരി ഹിറ്റ്സ് എന്ന് പറഞ്ഞൊരു പ്ലേലിസ്റ്റ് യൂട്യൂബിൽ എത്ര എണ്ണം എടുക്കുന്നു, അല്ലെങ്കിൽ സ്പോട്ടിഫൈയിലെടുത്ത് ആദ്യ വരി എഴുതിക്കാൻ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ, അങ്ങനെ ഒരു പുഷ് കൊടുക്കേണ്ട വന്നു എന്നുള്ളത് വളരെ രസമായിട്ടുള്ളൊരു സംഗതിയായിട്ടാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. ആളുകൾ എങ്ങനെയാ എന്ത് പറഞ്ഞിട്ട് അവർക്ക് ഫീഡ് കൊടുക്കുന്നത്? ഇപ്പം എനിക്ക് ഗിരീഷ് പുത്തഞ്ചേരിയുടെ കഥ ഒന്നുകൂടി കേൾക്കേണ്ടതുണ്ട് സാറിൻ്റെ അടുത്തുനിന്ന്. ജാസി ഗിഫ്റ്റിന് ആ സമയത്ത് ആരും അങ്ങനെ പരീക്ഷിച്ചിട്ടില്ല, അതായത് ശബ്ദവും കുറച്ച് അൺകൺവെൻഷനലാണ്. ഇവർക്കൊക്കെ കൊടുക്കുന്ന പുഷ് എങ്ങനെയാണ്? ഇവരെ എന്ത് പറഞ്ഞിട്ടാണ് അവരെ ഇൻസ്പയർ ചെയ്യിപ്പിക്കും? ഞാൻ എപ്പോഴും ഈ യങ്സ്റ്റേഴ്സിൽ നിന്ന് അവർക്കുള്ള ക്വാളിറ്റി, അവരിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അപ്രോച്ചിൽ ഉണ്ടെങ്കിൽ അവർക്കൊരു ഫ്രീഡം കൊടുക്കാനാണ് ശ്രമിക്കാറ് എപ്പോഴും. അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ ഞാൻ ഫുൾ ഫ്രീഡം കൊടുത്തിട്ട് എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പറയാറുള്ളൂ. ഇപ്പോൾ ജാസി ഗിഫ്റ്റിൻ്റെ കാര്യത്തിൽ ആദ്യം ഞാൻ ആ ശബ്ദമാണ് എന്നെ ഇഷ്ടപ്പെടുത്തിയത്. അതെൻ്റെ ബീബൽസ് എന്ന് പറയുന്ന സിനിമ, ഹിന്ദി സിനിമ, നവരസങ്ങളിലെ ബീബൽസ രസമാണ്. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ചെയ്യാൻ വേണ്ടി സൗത്ത് പാർക്കിൽ പാടുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ബ്രദർ മഹേഷ് പരിചയപ്പെടുത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ അദ്ദേഹം ചെയ്തു എന്ന് കേട്ടപ്പോൾ എനിക്ക് അതിൽ ഉപയോഗിച്ചിട്ടുള്ള 1-2 ശബ്ദം ഞാൻ ഇതാരുടെ ശബ്ദം സാർ അത് എൻ്റെ തന്നെയാണ്, വേണമെങ്കിൽ മാറ്റാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു മാറ്റാനല്ല, അതൊന്ന് റിപ്പീറ്റ് ചെയ്ത് അതിൻ്റെ അകത്തിന് ഇടാൻ പറഞ്ഞു. അങ്ങനെ ആ സിനിമയിൽ 2-3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് എനിക്ക് ആ ശബ്ദത്തിനോടൊരു ഹോണ്ടിങ് ഫീൽ തോന്നി. ആ ഹോണ്ടിങ് തന്നെയാണ് ഫോർ ദി പീപ്പിൾ ചെയ്യുന്ന സമയത്ത് സാബു ചെറിയനോട് ഞാൻ പറഞ്ഞു, പ്രൊഡ്യൂസറോട് പറഞ്ഞു, നമുക്ക് ഒരു പുതിയ ഒരാളെ പരീക്ഷിക്കാം. അങ്ങനെ ജാസിക്ക് ഈ ഓഫർ കൊടുക്കുന്നത്. അപ്പോഴും ഞാൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് ജാസി ആയിരിക്കും പാടുന്നതെന്നുള്ളത്. ജാസി അറിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങനെയാണ് ജാസി പാടുന്ന ആ ട്രാക്കുകൾ ജാസി വേറൊരു സിംഗറെ കൊണ്ട് പാടിക്കാൻ മദ്രാസിൽ പോയി. പക്ഷേ ഞാൻ ജാസി പാടിയ ട്രാക്ക് വെച്ചുകൂടെ ഷൂട്ടിങ്ങൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞു. അപ്പോഴേക്കും പാട്ട് ഹിറ്റായി കഴിഞ്ഞു. അതാണ് ബാക്കി എല്ലാ പാട്ടും ജാസി കൊണ്ട് പാടിക്കാൻ തീരുമാനിക്കുന്നത് ആ മൊമെൻറ്റിലാണ്. അപ്പോൾ അതൊരു നമുക്ക് എങ്ങനെയോ അവരിൽ നിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന ഒരു കഴിവ് അവരുണ്ടെന്ന് അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് ഗിരീഷിൻ്റെ കാര്യത്തിലും. ഗിരീഷ് എൻ്റെയും രഞ്ജിയുടെയും സുഹൃത്താണ്. അവിടെ ഞങ്ങൾ കോഴിക്കോട് പോകുന്ന സമയത്തൊക്കെ. അപ്പം രഞ്ജിയാണ് പറഞ്ഞ ഗിരീഷിനൊരു ബ്രേക്ക് കൊടുക്കണം ഇങ്ങനെ പറഞ്ഞ്. അപ്പം ഞങ്ങൾക്കൊരു വലിയ പടം കിട്ടുകയാണ്. ഞാനും മമ്മൂക്കയും ഒരു പ്രേംപ്രകാശൊക്കെ കൂടെ പ്രൊഡ്യൂസ് ചെയ്ത പടം, അല്ലെങ്കിൽ രഞ്ജിയൊക്കെ കൂടെ ചേർന്നിട്ടുള്ള പടം. അതിനപ്പോൾ ഇങ്ങനൊരു ബ്രേക്ക് കൊടുക്കാൻ പ്രൊഡ്യൂസർ സൈഡിൽ അത്രയും ബില്ലിങ് അല്ലായിരുന്നു. അപ്പം മമ്മൂക്കയാണ് ഇനിഷ്യ കൊടുക്കട്ടെന്ന് പറയും. അങ്ങനെ അദ്ദേഹം പറയുകയോട് ചെയ്തപ്പം ഓക്കെ. ഗിരീഷിന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെയാണ് ഇത്രയും കൂടുതൽ ഒരു ഇതിലേക്ക് വരുന്നത്, ലൈം ലൈറ്റിലോട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെ ഒരു ദിവസം തന്നെ 6 പാട്ട് കമ്പോസ് ചെയ്യുകയും ചെയ്തു ഗിരീഷ്. അങ്ങനെ SP അത്ര എളുപ്പത്തിലാണ് അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത്. അത് വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചാണ്. അങ്ങനെ കമ്പോസിങ് കഴിഞ്ഞതിന് ശേഷം ഗിരീഷ് പോയി ഒരു പാട്ട് എഴുതിയിട്ട് വരാൻ പറഞ്ഞ് വിട്ട് ഗിരീഷിനെ കാണുന്നില്ല. ഞങ്ങൾ രാത്രി ഇപ്പോൾ രാവിലെ എഴുതിത്തരും എന്നുള്ള ഫീലിലിരിക്കുക. രാവിലെ എന്നപ്പോഴും ഒന്നും എഴുതിയിട്ടില്ല. എന്നോട് പറഞ്ഞു എനിക്ക് എഴുതാൻ പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒന്നും എടുക്കാൻ പറഞ്ഞു. കുറേ സഞ്ചിയും കുറേ പുസ്തകങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ എടുത്ത് നേരെ കൊണ്ടുപോയി. അങ്ങനെ ഭരണി സ്റ്റുഡിയോയിൽ റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഗിരീഷിനോട് പറഞ്ഞു ഒരു വരി എഴുതിയിട്ട് വരാൻ പറഞ്ഞു. വേറെ ഒന്നും എഴുതണ്ട, ഗിരീഷ് ഒറ്റ വരി എഴുതിയാൽ മതി. അങ്ങനെ ഗിരീഷ് പോയി അവിടുത്തെ ഗാർഡൻ, ഭരണി സ്റ്റുഡിയോയുടെ അപ്പുറത്തുള്ള ഗാർഡനിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് സംശയത്തോടെ ചോദിച്ചു, ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുപോവാ എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതിമനോഹരമായിരുന്നു. രഞ്ജിയും പറഞ്ഞു ഗംഭീരമായിരിക്കുന്നു, ബാക്കി എഴുതാൻ പറഞ്ഞു. പറഞ്ഞാൽ വിശ്വസിക്കില്ല, വിതിൻ 1 hour ഫുള്ള് പാട്ട് എഴുതിക്കൊണ്ടുവന്നു. അത് ആ തുടക്കത്തിലുള്ളൊരു എനിക്ക് തോന്നുന്നൊരു എന്താ പറയുക അത്രേ ഉള്ളൂ. ബാക്കി അങ്ങോട്ട് പിന്നെ ഫ്ലോ ആയിരുന്നു. പിന്നെ അതിലെ ബാക്കി പാട്ടുകളൊക്കെ പെട്ടെന്ന് എഴുതിയത്. പിന്നെ അങ്ങോട്ട് ഗിരീഷിൻ്റെ ഒരു കാലമായിരുന്നല്ലോ, പ്രഭുദേവായിരുന്നു അത് കൊറിയോഗ്രാഫർ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ത്രില്ലൊക്കെ ഭയങ്കരമായിരുന്നു. ഒരു മമ്മൂക്ക ഡാൻസ് ചെയ്യണം, മമ്മൂക്ക ഡാൻസ് ചെയ്ത് കണ്ടു. ഞാൻ ഫസ്റ്റ് ഡേ കണ്ടു. ഇപ്പോഴും അതിൻ്റെ ഫീല് നിലനിൽക്കുകയാണ്. ശാന്തമീ രാത്രിയുടെ ത്രില്ല്. ലാലേട്ടൻ ഡാൻസ് ചെയ്യുമ്പോഴൊക്കെ തിയേറ്റർ മുഴുവൻ ഇളകി കൈയടിക്കുകയാണ്. പാട്ടുണ്ടല്ലോ. അപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ ഓരോന്നും അതിൻ്റെ ഒരു നിയോഗം പോലെ വരും. ഞാനങ്ങനെ കാണാറില്ല ഇതിനൊക്കെ. ഇപ്പം